തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്ത്രം പാളിയെന്ന ബിജെപിയിൽ വിലയിരുത്തൽ. ഹൈന്ദവ വോട്ടുകളിൽ പ്രതീക്ഷിച്ച പോലെ കയറിച്ചെല്ലാൻ പറ്റിയില്ല. ഇതിന്റെ കാരണം കണ്ടെത്താൻ വിശദമായ പഠനമുണ്ടാകും. ക്രൈസ്തവ വിഭാഗങ്ങളോട് കൂടുതൽ അടുക്കാൻ നടത്തിയ ശ്രമങ്ങൾ തിരിച്ചടിയായെന്നും കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നടന്ന ബിജെപി നേതൃയോഗം വിലയിരുത്തി. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി സ്ഥാനം, കണ്ണൂർ ഉൾപ്പെടെ കോർപ്പറേഷനുകളിലെ നേട്ടം, കഴിഞ്ഞ തവണത്തേതിനേക്കാൾ പഞ്ചായത്തുകളുടെ ഭരണസാരഥ്യം, ഇതെല്ലാം ചൂണ്ടിക്കാട്ടി ബിജെപിക്ക് വൻ മുന്നേറ്റം എന്ന് വിലയിരുത്തിയ ഇടത്തുനിന്ന് പ്രതീക്ഷിച്ച നേട്ടം ഉണ്ടായില്ല എന്ന വസ്തുതയിലേക്ക് പാർട്ടി എത്തുകയാണ്. കണ്ണൂരിൽ കഴിഞ്ഞ ദിവസം നടന്ന ബിജെപി സംസ്ഥാന നേതൃയോഗത്തിൽ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് വിശദമായ ചർച്ച നടന്നു. ഇതിൽ ജില്ല തിരിച്ച് പ്രസിഡന്റുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കണ്ണൂർ കോർപ്പറേഷനിൽ 1 നിന്ന് 4 സീറ്റ് വർദ്ധിപ്പിക്കാനായത് വലിയ നേട്ടമായെന്ന് നേതൃയോഗം വിലയിരുത്തി. എന്നാൽ മൊത്തത്തിൽ പ്രതീക്ഷിച്ചത്ര വിജയം കണ്ണൂർ ജില്ലയിലും ഉണ്ടാക്കാനായില്ല. ജില്ലയിൽ ആകെ നോക്കിയാൽ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ സീറ്റുകളുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. 60-ന് മുകളിൽ സീറ്റ് ലക്ഷ്യമിട്ട് പ്രവർത്തിച്ചെങ്കിലും 44-ൽ ഒതുങ്ങി. സംസ്ഥാന തലത്തിൽ നോക്കിയാൽ വലിയ വോട്ടു ചോർച്ചയും ഉണ്ടായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അടുത്തുപോലും എത്താനായില്ല. 2020-നേക്കാൾ വോട്ട് ശതമാനം കുറഞ്ഞു. ക്രിസ്ത്യൻ ഔട്ട്റീച്ച് ഗുണം ചെയ്തില്ല എന്നു മാത്രമല്ല, ഇത് തിരിച്ചടിച്ചു എന്നാണ് നേതൃയോഗം വിലയിരുത്തിയത്. ഹിന്ദു വോട്ടിൽ വിള്ളൽ ഉണ്ടാക്കാൻ ഇത് കാരണമായി. ക്രിസ്ത്യൻ വോട്ട് ലക്ഷ്യമിട്ട് നടത്തിയ നീക്കങ്ങളെല്ലാം പാളി. ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് സീറ്റ് സംവരണം ചെയ്ത് നൽകിയതും തിരിച്ചടിയായി. ന്യൂനപക്ഷങ്ങൾക്ക് കോട്ട നിശ്ചയിച്ച് നൽകിയ കാര്യം പുറത്തായതും വലിയ വീഴ്ചയാണ്. ക്രൈസ്തവ മുസ്ലിം വോട്ടുകൾ UDFിലാണ് ഏകീകരിക്കപ്പെട്ടത്. ശബരിമല വിഷയത്തിലും ഗുണം ലഭിച്ചത് UDFിനാണ്. സ്വർണ്ണക്കൊള്ളയിലടക്കം എതിർപ്പുള്ള ഹിന്ദു വോട്ടുകളിൽ ഭൂരിഭാഗവും UDFിലേക്ക് പോയി. LDFിനെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ നേരത്തെ ഉണ്ടായിരുന്ന അതേ രീതിയിൽ വോട്ട് ചോർച്ച ഇത്തവണയും ഉണ്ടായി എന്നാണ് BJP വിലയിരുത്തിയത്. നായർ ഈഴവ വോട്ടുകളും BJPക്ക് അനുകൂലമായില്ല. ഇതിൽ ഒരു പങ്ക് ഇപ്പോഴും LDFിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. 2 മുന്നണികളും ശക്തമായി നിലകൊള്ളുമ്പോൾ തന്ത്രം മാറ്റണമെന്ന അഭിപ്രായവും നേതൃയോഗത്തിൽ ഉയർന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇപ്പോഴേ ഒരുക്കം തുടങ്ങണം. വോട്ടർ പട്ടിക കൃത്യമായി പഠിക്കണം. ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളും നേതൃയോഗത്തിൽ ഉയർന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ പാളിച്ചകൾ പറ്റിയ സ്ഥലങ്ങളിൽ തിരുത്തലുകൾ വേണം. അവിടെ ഭാരവാഹികളെ മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങളും പാർട്ടി പരിശോധിക്കും. മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.